നമുക്കറിയാം ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിലുണ്ട്. ലോകമെമ്പാടും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് റിവൈവൽ, ഉണർവ്. എല്ലാ മീറ്റിങ്സും ഉണർവ് യോഗങ്ങളാണ്. ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ നമ്മുടെ ഉദ്ദേശം അതിലൂടെ ഒരു ഉണർവ് വരണം. ഉണർവെന്നുള്ള പേരിൽ പലയിടത്തും ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില ദൈവപ്രവൃത്തികൾ അവിടെ എവിടെയെങ്കിലും ഉണ്ട്, ഇല്ല എന്ന് പറയണ്ട, ഉണ്ട്. പക്ഷേ വാട്ട് ഈസ് റിവൈവൽ? വാട്ട് കൈൻഡ് ഓഫ് റിവൈവൽ ആർ വി എക്സ്പെക്റ്റിംഗ്? നമ്മൾ എന്ത് തരം ഒരു ഉണർവാണ് നാം ഈ നൂറ്റാണ്ടിൽ പ്രതീക്ഷിക്കുന്നത്? ഉണർവെന്ന് പറയുമ്പം സാധാരണ അതിനൊരു 3 സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദോസ്തത്തിൽ നല്ല അറിവുള്ളവരും അനുഭവമുള്ളവരും അത് എൻഡോഴ്സ് ചെയ്യുന്നുമുണ്ട്. എപ്പോഴും ഒരു ഉണർവ് ഒരിടത്ത് സംഭവിക്കണമെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു റിഫോർമേഷൻ നടക്കണം, ഒരു നവോത്ഥാനം നടക്കണം. നമുക്കറിയാം 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ഒരു റിഫോർമേഷൻ കൊണ്ടുവന്നു. ഒരർത്ഥത്തിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ഉറക്കെ പറഞ്ഞ് അന്നത്തെ സഭാ സമൂഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു മൂവ്മെൻറ്റ് തന്നെ തുടങ്ങി. എന്നാൽ നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നു, ശരിയാണ്. പക്ഷേ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചരിത്രം പഠിച്ചാൽ അറിയാം, എപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ എവിടെയെങ്കിലുമൊക്കെ ഒരു റിഫോർമേഷൻ നടക്കുന്നുണ്ട്, അല്ലേ? ഒരു നവോത്ഥാനം നമ്മൾ കേരളത്തിൽ നമ്മളവരെ വിളിക്കുന്നതാണ് നവോത്ഥാന നായകർ. ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലും നവോത്ഥാനം നയിച്ച ഒത്തിരി നേതാക്കന്മാരുടെയൊക്കെ പേര് നമുക്കറിയായിരിക്കും. പക്ഷെ നമ്മളിപ്പം പറയുന്നത് അങ്ങനെയുള്ള സാമൂഹ്യ നവോത്ഥാനം നടത്തിയവരല്ല. ദൈവവചനത്തിലേക്ക് വന്നാൽ there were always people who led the reformation movements, അല്ലേ? അപ്പം ഈ റിഫോർമേഷൻ എന്ന് പറയുമ്പം, ഒരു നവോത്ഥാനം എന്ന് പറയുമ്പം, ഒരു സഭയെ സംബന്ധിച്ചോളം വാട്ട് ആർ ദ റിഫോംസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ റിഫോർമേഷൻസ് ദാറ്റ് ദ ചർച്ച് ഓഫ് ഗോഡ് നീഡ്സ് ദീസ് ഡേയ്സ്? ഇന്ന് ദൈവസഭയ്ക്ക് വേണ്ടുന്ന ഒരു റിഫോർമേഷൻ ഏതെന്ന് ചോദിച്ചാൽ, വി നീഡ് ടു ബ്രിങ് ബാക്ക് ദ ട്രൂത്ത് ആൻഡ് ഡോക്ട്രിൻ. സത്യം മടങ്ങി ദൈവസഭയിലേക്ക് വരണം, പഥ്യോപദേശം മടങ്ങി ദൈവസഭയിലേക്ക് വരണം. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഇന്ന് ദൈവസഭകളിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന കാര്യമാണ് ദൈവവചനം. ഇപ്പം ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ എടുത്താൽ നല്ലൊരു പങ്കും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നു. പക്ഷേ എത്ര പേര് ഈ ദൈവവചനം അവരറിയുന്നു, അല്ലെങ്കിൽ അറിഞ്ഞ വചനം അവർ വിശ്വസിക്കുന്നു? 3, ഈ വിശ്വസിക്കുന്ന വചനപ്രകാരം ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവവചനമാണ്. അവർ ടെക്സ്റ്റ് ബുക്ക് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. സോ ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് കം ബാക്ക് ടു ദ ചർച്ച്. അന്ന് ആ റിഫോർമേഷൻ അന്ന് അവിടെ തുടങ്ങിയെങ്കിൽ ഇന്ന് ദൈവസഭയിലേക്ക് ദൈവവചനം മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ദൈവവചനം എന്ന് പറയുമ്പം ചർച്ച വരുമ്പം ദൈവവചനം കേൾക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവനങ്ങളിൽ ദൈവവചനത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ഇന്ന് ഈ 1-ാമത്തെ ഞായറാഴ്ച ഞങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾക്കൊരു ഉപദേശം തരികയാണ്. ഇന്നൊരു തീരുമാനം എടുത്തു പോവുക. ഐ വിൽ ഗിവ് പ്രയോറിറ്റി ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഐ വിൽ ഗിവ് പ്രയോറിറ്റി ടു റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്, ടു മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞാനൊരു തീരുമാനം എടുക്കുന്നു എന്നൊരു തീരുമാനം എടുത്തു വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകുവാൻ. അപ്പം റിവൈവലിൽ ഒരു പാർട്ടാണ് റിഫോർമേഷൻ, നവോത്ഥാനം. പക്ഷേ അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ റിവൈവൽ. ഒരു റിഫോർമേഷൻ നടന്നാൽ അതിന് തൊട്ട് പുറകെ ഒരു റിവൈവൽ ഉണ്ടാവും, അതിനൊരു സംശയം വേണ്ട. ഈ ഉണർവെന്ന് പറയുന്നത് സിംപ്ലി മീൻസ് ബ്രിങ്ങിങ് ബാക്ക് ദ ലൈഫ് ആൻഡ് വിഗർ. അതായത് ആ ജീവൻ മടങ്ങി വരികയാണ്. മറ്റേ നമ്മൾ ഓർക്കണം, ഈ പറഞ്ഞ പോലെ വചനം മടങ്ങി വന്നു. പക്ഷേ വചനം മടങ്ങി 15-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം റിഫോർമേഷൻ ഉണ്ടായി. പിന്നെ 16, 17, 18 ഒക്കെ നൂറ്റാണ്ടുകളിലൊക്കെ നമുക്കറിയാം എത്രയോ ജോൺ വെസ്ലി, ചാൾസ് വിന്നി, ഇവാൻ റോബർട്ട്സ്, അല്ലെങ്കിൽ ജോണത്തൻ ഗോഫോർത്ത്, ഇങ്ങനെ ചൈനയിലായാലും ശരി, ആഫ്രിക്കയിലായാലും ഡേവിഡ് ലിവിങ്സ്റ്റൺ, യൂറോപ്പിലായാലും ശരി, ഈവൻ ഇന്ത്യയിലായാലും ശരി, ഒത്തിരി മിഷണറിമാർ വന്ന് സുവിശേഷം പ്രസംഗിച്ച് ഈ ദൈവവചനം നമുക്ക് പരിചയപ്പെടുത്തി തന്നു. പക്ഷെ അവിടെ ഓർക്കണം, അവിടെ എന്തോ ഒരു കുറവുണ്ടായിരുന്നു. ആ കുറവ് വേറൊന്നുമില്ല, ദൈവിക ശക്തിയുടെ ഒരു കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അറിയേണ്ടതുപോലെ അറിയാത്തൊരു കാലമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 19-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം അസൂസ സ്ട്രീറ്റ് റിവൈവൽ എന്നൊരു റിവൈവൽ അമേരിക്കയിലുണ്ടായി. അവിടെ ഒരു ബ്ലാക്ക് പ്രീച്ചർ, അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവിടെ വചനം
പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം പഠിപ്പിച്ച ഒരു പെൺകുട്ടി നിഷ്കളങ്കമായൊരു ചോദ്യം ചോദിച്ചു, ബ്രദർ, ഇഫ് ദിസ് ഇസ് ദ ട്രൂത്ത് which we see in the word of God, that they were all filled with the Holy Spirit and spoke in other tongues, and then the manifestations of the Holy Spirit, why not it's happening now? എന്തുകൊണ്ട് ഇതൊന്നും നമ്മുടെ ഇടയിൽ നമ്മളിത് കണ്ടിട്ടില്ലല്ലോ? അന്യഭാഷയിൽ ബൈബിളിൽ വായിക്കുന്നല്ലാതെ ഇന്ന് വരെ ഒരു അന്യഭാഷ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ആ ടീച്ചർക്ക്, ബൈബിൾ ടീച്ചർക്കും പറയാൻ ഒറ്റ വാക്കേ ഉള്ളായിരുന്നു, മോളെ ഞാനും ഇതേ ചോദ്യം ചോദിക്കുന്ന ആളാണ്, നീ പ്രാർത്ഥിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി. ആഗ്നസ് ഓസ്മാൻ എന്നൊരു പെൺകുട്ടിയാണ്, ആദ്യം 17 വയസ്സായിരുന്നു തോന്നുന്നു. അവൾ ഉറക്കെ അന്യഭാഷകളിൽ അവൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അതുവരെ ഇത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ആർക്കും അറിയത്തില്ല, വേറെ ആരുടെയും ഒരു അനുഭവം ഒന്നും ഇവർ പറയാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു അനുഭവം ഉണ്ടായപ്പം പെട്ടെന്ന് എല്ലാവരും മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഈ അനുഭവം ഞങ്ങൾക്കും വേണം. പേട്ടുണ്ട് റിവൈവലിന് ഞാൻ 2 പാർട്ടുണ്ട്. റിവൈവലിന് ഞാൻ 2 പാർട്ട് പറഞ്ഞു. അതിന് മുമ്പ് ഒരു റിഫോർമേഷൻ ഉണ്ടാകണം. ഈ റിവൈവൽ ഉണ്ടായാൽ അതിൻ്റെ കൂടെ അടുത്തൊരു പാർട്ടും കൂടി. ഇന്ന് എല്ലാവരും ഞാൻ കാണുന്ന ഒരു സങ്കടകരമായ കാര്യം, എവ്രി വൺ സ്റ്റോപ്സ് വിത്ത് ദ റിവൈവൽ. ഒരു ഉണർവുണ്ടായി, ഒരു ഇളക്കപ്പെരുപ്പം ഉണ്ടായി, ഹോ അത് ഇപ്പോഴാണെങ്കിൽ ഓൺലൈനിൽ കൂടെ അത് ലോകം മൊത്തം അങ്ങ് അറിയിക്കും. അതോടുകൂടി റിവൈവൽ കെട്ടടങ്ങി. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു യഥാർത്ഥ റിവൈവൽ, when a true revival comes, definitely there will be some after effects. അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റിസ്റ്റോറേഷൻ. എന്താണ്? ചില പുനഃസ്ഥാപനങ്ങൾ, ചില പുതുക്കിപ്പണികൾ നടക്കും. അതെന്തെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ബ്രിങ്ങിങ് ബാക്ക് ദ പാറ്റേൺ ആൻഡ് സ്ട്രക്ചർ ടു ദ ഫോർമർ സ്റ്റേറ്റ്. ആദിയിൽ എങ്ങനെ ആയിരുന്നോ ആ അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ആ മാതൃകയിലേക്ക്, ആ ഘടനയിലേക്ക് മടങ്ങി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ഇനി കർത്താവിൻ്റെ വരവിന് മുമ്പായി ഈ ഭൂമിയിലുള്ള ദൈവസഭ ആദിമ ഘടനയിലേക്കും മാതൃകയിലേക്കും ഒരു അപ്പോസ്തലിക മാതൃകയിലേക്കും മടങ്ങി വരേണ്ടത് ആവശ്യമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? How many of you believe that the church has to come back to the original pattern, what God meant, what Jesus was talking about, and what the Holy Spirit want to do in and through the church should happen? അങ്ങനെ ഒരു റിസ്റ്റോറേഷനാണ് ദൈവസഭയിൽ നടക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ പ്രശ്നം, നമുക്കൊരു റിവൈവൽ വന്ന് കുറച്ച് ഇളക്കപ്പെരുപ്പം കണ്ടുവെച്ച് നമ്മൾ നിർത്തി സന്തോഷിച്ചങ്ങ് പോവും. അല്ല, സഭയുടെ ഒരു ഘടന മാറേണ്ടിയിരിക്കുന്നു, സഭയുടെ പാറ്റേൺസ് മാറേണ്ടിയിരിക്കുന്നു, സഭയുടെ ഈ പറഞ്ഞ പോലെ ചില സ്ട്രക്ചർ മാറ്റേണ്ടിയിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ചിലർ പഴയ തറവാടികളുണ്ടെങ്കിൽ അവർ പറയും, ഞങ്ങളുടെ കുടുംബ വീട്, ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ വീട് 100 വർഷമായ വീടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, 100 വർഷമായ ആ ഓലപ്പരയോ അല്ലെങ്കിൽ ആ പുല്ലുമേഞ്ഞതോ അല്ലെങ്കിൽ അന്നത്തെ പഴയ ഓട്, റീഗൽ ടൈൽസ് എന്ന ഓടിട്ട് ആ വീട്ടിലാണോ ഇപ്പം നിങ്ങൾ താമസിക്കുന്നത്? അല്ല, എവിടെ വെച്ച് അതിനെ പുതുക്കി പണിഞ്ഞില്ലേ? എവിടെ വെച്ച് അതിനെ വാർത്ത് ടെറസാക്കിയില്ലേ? ഇനി ആ ടെറസാക്കിയതിനെ തന്നെ അതിന് മുകളിലോട്ട് ഒരു നിലയും കൂടെ പണിഞ്ഞില്ലേ? പിന്നെ അത് മൊത്തം ഒന്നുകൂടെ ഒന്ന് മൂടി പിടിപ്പിച്ചില്ലേ? അങ്ങനെയെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ മാറ്റി? അങ്ങനെയെങ്കിൽ ദൈവസഭയുടെ സ്ട്രക്ചർ എന്തുകൊണ്ടും മാറ്റപ്പെടുന്നില്ല, എന്തുകൊണ്ടും മാറ്റപ്പെടുന്നില്ല. നമുക്കറിയാം ദൈവസഭയുടെ ഒറിജിനൽ സ്ട്രക്ചർ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തൊട്ട് മുന്നോട്ട് വായിച്ചാൽ നമുക്കറിയാം എങ്ങനെയായിരുന്നു ആദിമസഭ. ഹൗ വാസ് ദ ഫെലോഷിപ്പ് ഇൻ ദ ചർച്ച്, അല്ലേ? വാട്ട് വാസ് ബീൻ ടോട്ട് ഇൻ ദ ചർച്ച്? What was the extraordinary things that was happening, like signs and wonders and miracles? It was a daily routine. എല്ലാ ദിവസവും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വിശ്വസിക്കുന്നവരുടെ കയ്യാൽ ഇതൊക്കെ നടന്നു. ആരും ഒന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല. എല്ലാവരും എന്ത് ചെയ്തു? അന്യോന്യം പങ്കുവെച്ചു. അവരെല്ലാം ഒരുമനപ്പെട്ട് കൂടി വന്നു, അവർ ഒരു മനസ്സോട് കൂടി വന്നു. ഒരു ക്രൈസിസ് വന്നാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അങ്ങോട്ട് അവരെന്ത് ചെയ്തു? അവർ നിലവിളിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കും. സമയക്കുറവുകൊണ്ട് ഞാൻ ഇതൊന്നും വാക്യം വായിക്കും, ഇതിൻ്റെ എല്ലാ വാക്യം ഞാൻ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ because of lack of time I'm not reading all the verses. When there was a crisis, the entire believers used to come together and cry out in a loud voice to the Lord. And അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ഇരുന്നിടം കുലുങ്ങി, അവർ ശക്തിയോടെ ധൈര്യത്തോടു കൂടി പിന്നീട് അവർ വീണ്ടും ദൈവവചനം പ്രസംഗിച്ചു. ദൈവവചനം പ്രസംഗിക്കരുതെന്നുള്ളതായിരുന്നു അവിടുത്തെ വിലക്ക്. അതായിരുന്നു ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കാരണം. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എങ്ങനെ കൊടുത്തു? കെട്ടിടം കുലുങ്ങിയതല്ല വിഷയം, അവരുടെ ഉള്ളിൽ ധൈര്യം വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവസഭയ്ക്കും ഒരു ധൈര്യം വരേണ്ടിയിരിക്കുന്നു. സുവിശേഷം പുറത്തോട്ടിറങ്ങി പറയാൻ ധൈര്യം വരേണ്ടിയിരിക്കുന്നു. സത്യവചനം ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം വരേണ്ടിയിരിക്കുന്നു. വി നീഡ് എ സ്പിരിറ്റ് ഓഫ് ബോൾഡ്നെസ് ടു കം ഇൻ ദ ചർച്ച്, അല്ലേ? അങ്ങനെ ഒരു പുനഃസ്ഥാപനം, ഒരു റിസ്റ്റോറേഷൻ നമുക്ക് വേണ്ടിയിരിക്കുന്നു. അപ്പം ഇവിടെ ബൈബിൾ മുഴുവൻ നോക്കിയാൽ പഴയ നിയമത്തിൽ അറിയാം, പല രാജാക്കന്മാരുടെ കാലത്തും ഈ പറഞ്ഞുള്ള റിവൈവൽസ് നടത്തുന്നുണ്ട്. പല റിഫോമേഴ്സ് ലൈക്ക് എസ്ര,
പോലുള്ളവരുടെ കാലത്തും നടന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പെന്തക്കോസ്ത് നാളിൽ അത് തുടങ്ങിയ ഒരു വലിയ റിവൈവലും നമുക്കറിയാം. ചരിത്രം എടുത്തിയാലും നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലി ആയാലും ശരി, ചാൾസ് ഫിന്നി അമേരിക്കയിലായാലും ശരി, ജോണതൻ ഗോഡ്ഫോർത്ത് ചൈനയിലായാലും ശരി, ഈ പറഞ്ഞ ഇവാൻ റോബർട്ട്സ് വെയിൽസിലായാലും ശരി, ഈ പറഞ്ഞ പോലെ ചരിത്രം നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ഉണർവിൻ്റെ ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു കാര്യം ഓർക്കണം, റിവൈവൽ ഈസ് ഓൾവേസ് ഹെവൻ സെൻഡ്, ഇറ്റ്സ് നോട്ട് എ പ്രൊഡ്യൂസ് ഓഫ് മാൻ. മനുഷ്യൻ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് സോഷ്യൽ മീഡിയയും കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഒത്തിരി പേര് വിചാരിക്കുന്നത്. മേ ഐ മേക്ക് ഇറ്റ് വെരി ക്ലിയർ ദിസ് മോർണിംഗ്, റിവൈവൽ ഈസ് ഹെവൻ സെൻഡ്, ഇറ്റ് ഈസ് ഗോഡ് സെൻഡ്. ദൈവമാണ് ഒരു ഉണർവ് വായിക്കുന്നത്. എത്ര പേര് ആമേൻ പറയും? അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഒരു മനോഹരമായൊരു പഴയ ഒരു യെശയ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ആത്മാർത്ഥമായി ഹൃദയം പൊട്ടി ചങ്ക് പൊട്ടി ഒരു പ്രാർത്ഥനയുണ്ട്. 64 യെശയ്യാവ് 64 അധ്യായം അതിൻ്റെ 1 വാക്യം. അവിടെ ഒരു നിലവിളിയോടുകൂടിയാണ് ആ വാക്യം തുടങ്ങുന്നത്. യെശയ്യാവ് 64:1. അയ്യോ ജാതികൾ തിരുമുമ്പിൽ, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്ക, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം. ഓർക്കണം, ഇന്ത്യ നമുക്കറിയാം ഒരു ജാതീയ രാഷ്ട്രമാണ്, നമ്മളും ജാതികൾ തന്നെയാണ്, വേറെ സംശയം വേണ്ട. പക്ഷെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷെ ഈ ജാതികൾ, നമുക്ക് ചുറ്റുമുള്ള ജാതികൾ, അവർ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ നമുക്ക് ചുറ്റും സുവിശേഷത്തിന് വൈരികളുണ്ട്, ദൈവത്തിന് വൈരികളുണ്ട്, ദൈവവേലയ്ക്ക് വൈരികളുണ്ട്, ദൈവിക പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും വൈരികളുണ്ട്. പക്ഷേ ആ വൈരികൾക്ക് എന്ത് വെളിപ്പെട്ട് കിട്ടണം? ദൈവത്തിൻ്റെ നാമം വെളിപ്പെട്ട് കിട്ടണം. അവരെ എല്ലാവരും കൂടെ നരകത്തിലേക്ക് അയക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, ഇന്ന് വൈരികൾ, സുവിശേഷ വിരോധികൾ ഉണ്ടെങ്കിൽ അവർക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ നാമം വെളിപ്പെട്ട് കിട്ടണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. വൈരികൾക്ക് നാമത്തെ വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ. ഇതൊക്കെ ഇനി ആരോട് പറയാനേ? എവിടെ ഇരിക്കുന്ന ചുള്ളി, എവിടെ ഇരിക്കുന്ന വിറക്, എല്ലാം ഗ്യാസ് അടുപ്പുള്ള കാലത്ത് ഈ പറഞ്ഞ തീ ചുള്ളി കത്തുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, തീ ചുള്ളി കത്തുന്ന പോലെയും. അടുത്തത് തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ. തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് ശരിയാണ്. ഗ്യാസ് സ്റ്റോവിൽ വെള്ളം എങ്കിലും തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഹോട്ട് പ്ലേറ്റിൽ വെള്ളം തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, പാല് തിളച്ച് തൂവിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. കണ്ടുകൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാല് തിളച്ച് തൂവിക്കൊണ്ടിരിക്കും, അപ്പോഴും ഫോണിലാണ്. പണ്ട് പാല് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു കരഞ്ഞപ്പോൾ പോയി അങ്ങനെ പാല് തൂവിപ്പോയി എന്ന് പറയും. ഇപ്പം ഏറ്റവും കൂടുതൽ പാല് തൂവുന്നത് കൊച്ചു കരഞ്ഞപ്പോഴല്ല, ഫോണിൽ നോക്കി. പോട്ടെ, ശരി. അപ്പോൾ എന്തും തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം. മലകൾ നിന്റെ മുമ്പിൽ മലകൾ ഉരുകിപ്പോകുമോ? ഒരു ഐസ്ക്രീം അലിഞ്ഞു പോവും, ഒരു മെഴുതിരി ഉരുകിപ്പോവും. പക്ഷെ മലകൾ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മലകൾ, അത് ഉരുകിപ്പോകുന്നത് പോലെയും നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. കേട്ടോ, അന്നൊരു ഭക്തന്റെ പ്രാർത്ഥന, ലോർഡ് വോണ്ട് യു കം ഡൗൺ. അങ്ങ് ഇറങ്ങി വരുമോ? ആകാശം കീറി ഇറങ്ങി. ഞങ്ങൾ ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലേ, ഞങ്ങളിങ്ങനെ മുഷ്ടി ചുരുട്ടി എന്തൊക്കെയോ കാണിക്കുന്നു. പക്ഷെ നീ ഒന്ന് ആകാശം കീറി ഇങ്ങോട്ട് വാ. 2000 കൊല്ലം മുമ്പ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യേശു വന്നു, ദൈവപുത്രൻ വന്നു അല്ലേ. അതിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമുക്കറിയാം, ആ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിലുണ്ട്, തിരിച്ചു കയറി പോയിട്ടില്ല. ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്യുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എപ്പോഴും ദ വൺ അലോങ് സൈഡ്, ആശ്വാസപ്രദനായി കൂടെ ഇരുന്ന് നമ്മെ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്നു. തൻ്റെ കൃപകളാലും വരങ്ങളാലും നമ്മളെ നിറച്ച് നമ്മളാൽ അഥവാ അല്ലെങ്കിൽ കഴിയാതിരുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്നെങ്കിൽ ഇതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. ഇവിടെ ഓർക്കണം, നമുക്കൊരു വേണമെങ്കിൽ ഒരു കൺവെൻഷൻ പ്ലാൻ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒരു ഉണർവ് യോഗം പ്ലാൻ ചെയ്യാം. പക്ഷേ ഒരു ഉണർവ് പ്രസംഗനെ വേണമെങ്കിലും നമുക്ക് വിളിച്ചുകൊണ്ടിരും. ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട്, ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വയ്ക്കണം, എന്നിട്ട് രാവിലെ ഒരാൾ വൈകിട്ട് ഒരാൾ, അങ്ങനെ 3 ദിവസം 6 പേരെ കൊണ്ടുവരണം. ആരാണ് ഈ 6 പേര്? കൃപയുള്ള 6 പേര്. ആരൊക്കെയാണ്? കഴിവെങ്കിൽ പ്രവാചകന്മാർ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിപ്പിക്കണം. പക്ഷെ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്ന് ഉണർവ് നടത്തിയാൽ ആൾ പോകുമ്പോൾ ഉണർവും കൂടെ പോകും. ഈ ഉണർവ് നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ സഭയിൽ ഇനി കൊണ്ടുവരാൻ ആൾ വല്ലതും ബാക്കിയുണ്ടോ?
അല്ലേ? ഇവിടെ നാട്ടിലെ ആളെല്ലാം തീർന്നിട്ട് ആഫ്രിക്കയിൽ നിന്ന് വരെ വേണേൽ കൊണ്ടുവരാം. പക്ഷേ ഈ വന്ന ആൾ പോകുമ്പോൾ ഉണർവും തിരിച്ചങ്ങ് പോവും. ഇഫ് റിവൈവൽ ഈസ് ബ്രോട്ട് ബൈ എ പ്രീച്ചർ, ദ റിവൈവൽ വിൽ ഗോ ബാക്ക് വെൻ ദ പ്രീച്ചർ ഗോസ് ബാക്ക്. അതുകൊണ്ട് ഓർക്കുക, നമുക്ക് ഈ പറഞ്ഞ ഒരാൾ കൊണ്ടുവരുന്ന റിവൈവൽ അല്ല വേണ്ടത്, നമുക്ക് ഉയരത്തിലെ ശക്തി നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. അവിടെയാണ് ശരിക്കും ഹൂ ഈസ് ദ ഓഥർ ഓഫ് റിവൈവൽ എന്ന് ചോദിച്ചാൽ, ദ ഹോളി സ്പിരിറ്റ് ഇൻഡീഡ് ഈസ് ദ റിവൈവൽ, ഈസ് ദ ഓഥർ ഓഫ് റിവൈവൽ. അല്ലേ? ഒരു ഉണർവിനെ തുടങ്ങിക്കുവാൻ, ഒരു ഉണർവിനെ കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ്. ഇവിടെയാണ് എസെക്കിയേൽ 37 അധ്യായത്തിൻ്റെ 10 വാക്യം, എസേക്കിയേൽ ചാപ്റ്റർ 37 ആൻഡ് വേഴ്സ് 10. എസേക്കിയേൽ 37:10 അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അവിടെ പ്രവാചകനോട് ദൈവം പറയാ, നീ നീ കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ. അവിടെ മനുഷ്യനോട് ദൈവം കൽപ്പിക്കുകയാണ്, എന്താണ്? നീ പ്രവചിക്കുക. ഇന്ന് ഓർക്കണം, ശരിക്കും പറഞ്ഞാൽ നമ്മളോടാണ് പ്രവചിക്കാൻ ദൈവം പറയുന്നത്. ഇനി നമ്മോട് പ്രവചിക്കാൻ അതൊരു ഓപ്ഷണൽ അല്ല, ഇറ്റ് ഇസ് എ കമാൻഡ്. എന്താണ്? നമ്മൾ വായി തുറഞ്ഞ് ചില കാര്യങ്ങൾ പ്രവചിക്കണം. ഇല്ലേ? ഇല്ലാത്ത കാര്യത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം നമ്മുടെ ദൈവമെങ്കിൽ, അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ആത്മാവിൻ്റെ ശക്തിയാൽ നാം നിറഞ്ഞ് നാം ഈ ഒന്നും കാണാതെ വിശ്വാസത്താൽ വിളിച്ചു പറയും ചില കാര്യങ്ങൾ. ഈ നാളുകളിൽ ദൈവസഭ ഈ പറഞ്ഞതുപോലെ ഒന്നും കാണാതെ വിശ്വാസത്താൽ നമ്മൾ വായി തുറന്ന് പ്രവചിക്കാൻ പോവാ. How many of you believe that as a church we are going to prophesy things which we have never otherwise ever seen, but without seeing nothing, by faith, trusting in the word of God and trusting in God, we are going to say out something which will happen. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോവാൻ പറഞ്ഞാൽ, നീ വിശ്വസിച്ച് പറഞ്ഞതുപോലെ, അത് വിശ്വസിച്ചു എന്നല്ല, അവിടെ നീ പറഞ്ഞതുപോലെ നടക്കുമെന്ന്. അങ്ങനെയെങ്കിൽ വായി തുറന്ന് നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമ്മൾ പ്രസ്താവിക്കണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒരു ആത്മാവിൽ ഞാനും പ്രവചിച്ചു പറയുക, നിങ്ങളിൽ ചിലർക്ക് ആ ഒരു കൃപ തന്നിട്ടുണ്ട്. നിങ്ങളിൽ ചിലർക്ക് ആ കൃപ, ആത്മാവിൽ കാര്യങ്ങളെ കാണുന്ന കൃപ തന്നിട്ടുണ്ട്. ആത്മാവിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന കൃപ തന്നിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ എവിടെയോ വെച്ച് ഇതിങ്ങനെ കെട്ട് ഈ ചാരം മൂടിപ്പോയി. പക്ഷേ ആ ചാരം മൂടിപ്പോയതിനെ ഇന്നൊന്ന് ഊതി കത്തിച്ചിട്ട് വേണം ഇന്നിവിടെ നിങ്ങൾ പോവാൻ. ഫാൻ ഇറ്റ് ഇൻ ടു ഫ്ലെയിം എന്നാണ് പൗലോസ് പറയുന്നത്. ഈ നാളുകളിൽ സഭയിൽ അണഞ്ഞുപോയത്, കെട്ടുപോയതിനെ ഊതി കത്തിക്കേണ്ട കാലമാണ്. അങ്ങനെ ഊതി കത്തിക്കുന്നവർ, അവർ ദൈവം കൽപ്പിച്ചതുപോലെ വായെടുത്ത് പ്രവചിച്ചു. പ്രവചിച്ചപ്പോൾ എന്തു പറ്റി? അവരിൽ ശ്വാസം അവരിൽ വന്നു. ബ്രത്ത് കെയിം. ശ്വാസമില്ലെങ്കിൽ ജീവനില്ല. ജീവനില്ലെങ്കിൽ പിന്നെ അതിനെ ശവം, പിണം അല്ലേ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവസഭയുടെ അവസ്ഥയും ദൈവത്തിൻ്റെ ശ്വാസമില്ലാതെ നിർജീവ അവസ്ഥയിൽ ഡെഡ് ചർച്ചായിട്ട് നിന്നിരിക്കുന്നു. ഞായറാഴ്ച വന്ന് കൂടുമ്പോൾ വലിയ ബഹളമൊക്കെയുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ചത്തിരിക്കുന്ന അവസ്ഥ ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ അവസ്ഥ. ചത്തിരിക്കുന്ന അവസ്ഥ. ഒരു സഭയെ നിങ്ങൾ അന്യോന്യം നോക്കണ്ട, എല്ലാവരും നെഞ്ചി കഴിച്ചിട്ട് അതെ ഞങ്ങളിലെല്ലാം ആ നിർജീവത്വമുണ്ട്, വല്ലാത്തൊരു നിർജീവത്വമുണ്ട്. അങ്ങനെ ആ നിർജീവത്വം ഉണ്ടെങ്കിൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴി വേറൊന്നുമല്ല. എന്താണ്? നമ്മൾ വായെടുത്ത് പ്രവചിക്കണം. നമ്മൾ വായെടുത്ത് പ്രവചിക്കണം. അങ്ങനെ പറയുമ്പോഴാണ് അവിടെ നീ ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം, പിന്നീട് അഗ്നിനാവ് പോലെ എന്തോ ഒന്ന് പിളർന്നിങ്ങനെ താഴോട്ട് വന്നു, ഓരോരുത്തരുടെ മേലും പതിച്ചു. അതിൻ്റെ അർത്ഥം ശബ്ദം കേട്ടു, കണ്ണുകൊണ്ട് കണ്ടു. ഓഡിയോ വീഡിയോ എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഓഡിയോ വീഡിയോ അല്ല അവിടെ വിഷയം. എന്തോ ഒന്ന് നിറഞ്ഞത് പുറത്തേക്ക് കവിഞ്ഞു. അറിയാലോ, നമുക്ക് എന്തെങ്കിലും വന്ന് ഒരു കപ്പിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു, അത് കവിയും. ഇതുപോലെ എൻ്റെ ഹൃദയത്തിൽ എന്തോ വന്ന് നിറഞ്ഞത് വായെടുത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഇതുപോലെ the church of God should be filled so that once you are fully filled then it will overflow. ആ ഓവർഫ്ലോ ആയിരിക്കും. ഇപ്പം ഇന്ന് ഈ ഹാള് ഫുള്ളായപ്പം ഓവർഫ്ലോ ഹാളാണ് അപ്പുറത്തിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ എൻ്റെ ഹൃദയം നിറയുന്നത് അത് പുറത്തേക്ക് കവിയും. എത്ര പേര് രാമയും പറയും? How many of you say, Lord,
when something is filled, definitely it will be overflow. And that overflow എന്ന് പറയുന്നത് എൻ്റെ വായിലൂടെ വരുന്ന സ്തുതി സ്തോത്രങ്ങൾ, എൻ്റെ വായിലൂടെ വരുന്ന പ്രവചന വാക്യങ്ങളായിരിക്കും. കാണാത്തതിനെ ഞാൻ കണ്ടതുപോലെ ഞാൻ പ്രസ്താവിക്കും. അന്ന് ആ പെന്തക്കോസ്ത് നാളിൽ അതാണ് സംഭവിച്ചത്. പക്ഷേ അവിടെ യെശയ്യാ 64 5ഉം 6ഉം കൂടെ ഒന്ന് വായിച്ചേ. ഐസയ്യാ ചാപ്റ്റർ 64 വേഴ്സ് 5 and 6. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരേൽക്കുന്നു, അവർ നിൻ്റെ വഴികൾ നിന്നെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഞാൻ പോവാണ്. ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെ കറപിരണ്ട തുണി പോലെ, ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയുന്നു. അടുത്തത് 9ാം വാക്യം. യഹോവേ ഉഗ്രമായി കോപിക്കരുത്. കണ്ടോ, ഈ സ്വർഗം തുറന്ന് ഇറങ്ങി വരണേന്നൊക്കെ പ്രവചിച്ച ആളിപ്പം പറയുക എന്താണ്? കോപിക്കരുതേ, അകൃത്യം എന്നേക്കും ഓർക്കരുതേ, അയ്യോ കടാക്ഷിക്കണമേ. അതെന്തിനാ കാണിക്കുന്നത്? A revival always follows times of self-examination. എന്താണ്? ഒരു ഉണർവുണ്ടാകുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കും. ഇന്നത്തെ പ്രശ്നം ഉണർവിലെങ്ങും ഒരു ആത്മപരിശോധന നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വഴികൾക്കൊരു മാറ്റവും വരുന്നില്ല, നമ്മുടെ സ്വഭാവത്തിനും ഒരു മാറ്റവും ഇല്ല, രീതികൾക്കും മാറ്റവും ഇല്ല. ഞാൻ പഴയ ആളായിട്ട് പഴയ ജഡത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. പക്ഷേ ഉണർവെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ചാട്ടം ചാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരുപാട് ഉണർവുകളിൽ നമ്മൾ കാണുന്ന ഒരു സത്യമാണ്, ഒരു സെൽഫ് എക്സാമിനേഷൻ നമ്മുടെ ജീവിതത്തിലില്ല, അല്ലേ? അവിടെയാണ് ദിനവൃത്താന്തത്തിൽ നമുക്ക് ഫേമസ് വാക്യമുണ്ടല്ലോ, 7:14, 2 ദിനവൃത്താന്തം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് വാസ്തവമായിട്ടും നമുക്ക് ഒന്ന് താഴ്ത്തി ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് അന്വേഷിക്കേണ്ടത് സർക്കാരിൻ്റെ മോഹമല്ല, രാഷ്ട്രീയക്കാരുടെ മോഹമല്ല, മറ്റാരുടെ മോഹമല്ല. നമ്മൾ നോക്കേണ്ടത് കർത്താവിൻ്റെ മോഹത്തേക്കാണ്. ഇന്ന് എല്ലാവരും ചോദിക്കുന്നത് MLA എങ്കിലും പിടിയുണ്ടോ, DGP അറിയാമോ, അല്ലേ? ഇതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ സഭ, ഇന്ന് പല വലിയ ക്രിസ്തീയ സഭകളുടെ മീറ്റിങ്ങുകൾ നോക്കിയാൽ അറിയാം, അവിടെ വന്നത് അവിടുത്തെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമാണ്, അല്ലേ? അവർ കയറി പുൽപ്പറ്റെല്ലാം കയറി നിരങ്ങിയിട്ട് പോവുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അല്ല, വി ഷുഡ് ബി ലുക്കിംഗ് ടു ദ ലോഡ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അവിടുത്തെ വാക്യം എൻ്റെ മുഖത്തേക്ക് നോക്കണം നീ, അല്ലേ? നീ നിന്റെ ദുർമാർഗം വിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കണം. അങ്ങനെ നോക്കി ആ ഒരു മാറ്റം വന്നപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പെന്തക്കോസ്ത് നാളിൽ ആ പരിശുദ്ധാത്മ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 10 ദിവസം ഒരു ടൈംസ് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം അവർ ആ മാളിക മുറി വിട്ടുപോകാതെ അവർ ദൈവസന്നിധിയിൽ കാത്ത് ഈ പറഞ്ഞ തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കറിയാം അവിടെ ഒരു ദൈവപ്രവൃത്തി വന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഒരു ഉണർവ് വരുമ്പോൾ, ഒരു സെൽഫ് എക്സാമിനേഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ് റിവൈവൽ റിസ്റ്റോർസ് ജോയ് ആൻഡ് വർഷിപ്പ് എമംഗ് ഗോഡ്സ് പീപ്പിൾ, അല്ലേ? തീർച്ചയായിട്ടും ഒരു ഉണർവ് വരുമ്പോൾ അത് നമുക്ക് മടക്കിക്കൊണ്ടിരുന്ന കാര്യം, നമുക്കെന്നോ നഷ്ടപ്പെട്ടു പോയ ഒരു സന്തോഷമുണ്ട്, അല്ലേ? അത് മടങ്ങി വരും. അടുത്തത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആരാധന, ദൈവത്തെ എൻ്റെ ഹൃദയം തുറന്ന് എന്നെ തന്നെ മതിമറന്ന് സമയം മറന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പം ചോദിക്കും, വാട്ട്സ് ഹാപ്പനിങ് നൗ? ഇപ്പോഴതുണ്ടോ? ഇപ്പോൾ ഇല്ല. പലരും പറയുന്നതാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് മുട്ടിലങ്ങോട്ട് ഇരുന്നാൽ പിന്നെ ഞാൻ നേരം പോകുന്ന അറിയത്തില്ല, ഞാനങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിയാൽ അയ്യോ എനിക്ക് പിന്നെ ഒരു അന്തവും ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ അർത്ഥം വി നീഡ് എ റിസ്റ്റോറേഷൻ. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു പുതുക്കിപ്പണിച്ചിൽ നമുക്ക് ആവശ്യമല്ലേ? ഒരു പുനഃസ്ഥാപനം ആവശ്യമല്ലേ? എത്ര പേര് പറയും, ലോർഡ് ഐ നീഡ് എ റിസ്റ്റോറേഷൻ, ലോർഡ് ഐ നീഡ് എ റിസ്റ്റോറേഷൻ. എനിക്കൊരു പുനഃസ്ഥാപനം വേണം, എന്നെ ഒന്ന് മടക്കിക്കൊണ്ടുവന്ന് എന്നെ ഒന്ന് കർത്താവെ ആ ഫോർമൽ സ്റ്റേറ്റിലോട്ട്, നീ ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിലേക്ക്, ആ ഒരു ഘടനയിലേക്കും മാതൃകയിലേക്കും എന്നെയും സഭയും കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുമോ? അങ്ങനെ ഒരു റിവൈവൽ ഉണ്ടാകുമ്പം അങ്ങനെ സന്തോഷിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അവർ ആ സാങ്ച്വറി, അവർ ആലയത്തിനകത്ത് വളരെ സന്തോഷമായിരിക്കും. പക്ഷേ പെന്തക്കോസ്ത് സഭയുടെ ഒരു പ്രശ്നം ഞാൻ കണ്ടത്,
ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെടുത്താൽ അവർ ഈ 4 ചുവരിനകത്ത് ഇങ്ങനെ കൊട്ടിപ്പാടി ആരാധിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ബാറ്ററി ഇങ്ങനെ ഞായറാഴ്ച കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് ഫുൾ ചാർജാക്കും. പക്ഷേ എന്നിട്ട് ചാർജ് ചെയ്ത ബാറ്ററി അവിടെ ഷെൽഫിലെടുത്ത് വെച്ചിട്ട് അവരുടെ വഴിക്ക് പോകും. 6 ദിവസം കൊണ്ട് അതിൻ്റെ ചാർജ് ഇറങ്ങി ഡിസ്ചാർജ് ആവും. പിന്നെയും കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഞായറാഴ്ച വീണ്ടും ചാർജ് ചെയ്ത് ഫുൾ ചാർജാക്കും. പിന്നെയും അടുത്ത 6 ദിവസം കൊണ്ട് അത് ഡിസ്ചാർജ് ആവും. പിന്നെ ഒത്തിരി ചാർജ് കുറയുന്ന കാണുമ്പോൾ ഒരു 3 ദിവസം ഉപവാസം വെച്ച് ഒന്നുകൂടെ കംപ്ലീറ്റ് ചാർജ് ചെയ്യും, അല്ലേ? ഇങ്ങനെ ഈ ഒരു എക്സസൈസാണ് ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സഭകളിലും. നമുക്ക് ഇന്ന് ആ പരിപാടി വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ പറഞ്ഞ പോലെ വെൻ റിവൈവൽ ഹാപ്പൻസ്, വെൻ ദ ജോയ് കംസ് ബാക്ക്, അല്ലേ, വെൻ വി റിയലി സ്റ്റാർട്ട് വേർഷിപ്പിംഗ് ദ ലോർഡ്, അതെന്നെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുത്തുകയില്ല. ആ റിവൈവൽ അടുത്തൊരു പടിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്താണെന്നറിയാമോ? ദാറ്റ് റിവൈവൽ വിൽ റിസൾട്ട് ഇൻ ഇവാഞ്ചലിസം. എന്താണ്? സുവിശേഷീകരണമായിരിക്കും അതിൻ്റെ ഫലം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കാൻ പോകും. കർത്താവേ, എന്നിലൊരു മടക്കി വരവ് നീ തരുമല്ലോ. ആ മടങ്ങി വരവ് വേറെ ഒന്നിലേക്കുമല്ല. ഒരു പക്ഷേ നിങ്ങളിന്ന് ചർച്ചിൽ പോകാത്ത ആരെങ്കിലും കുറേ നാളിന് ശേഷം ചർച്ചിൽ വന്നെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ മടങ്ങി 1-ാമത്തെ ആഴ്ച ചർച്ചിൽ വന്നു. ചർച്ചിൽ മടങ്ങി വരുന്ന അല്ല കാര്യം പ്രിയപ്പെട്ടവർ. വാസ്തവമായിട്ടും എൻ്റെ ജീവിതത്തിലൊരു മടങ്ങി വരുക. എന്ത് മടങ്ങി വരുക? ഞാൻ ഞായറാഴ്ച കൃത്യമായിട്ട് ഇനി ഞാൻ പള്ളിയിൽ കാണുമെന്ന് പറയുന്ന മടങ്ങി വരുമല്ല. ഞാൻ കർത്താവെ ഇന്നും അതിലെപ്പോഴും അങ്ങേ സ്തുതിക്കുന്നവനായിത്തീരും. കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അങ്ങുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടാണ്. ഞാൻ എപ്പോഴും കർത്താവെ അങ്ങേ സ്തുതിച്ചുകൊണ്ട് എല്ലാത്തിനായും സ്തോത്രം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു ജീവിതചര്യ എനിക്ക് തന്നെ. ലോർഡ്, ലെറ്റ് മീ ഹാവ് എ പാറ്റേൺ ഓഫ് ഓൾവേസ് praising you, Lord, worshiping you and rejoicing in you, Lord, so that I will be a sure witness of who you are. അങ്ങ് ആരാണെന്നുള്ളതിൻ്റെ ഒരു സാക്ഷിയായി ഞാൻ ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കാം. ഇവിടെയാണ് നമുക്കറിയാം ഇങ്ങനൊരു ഉണർവ്. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുക. നമ്മുടെ ഫ്ലഷിലുള്ള ഉണർവിലുള്ള കുഴപ്പം എന്താണെന്നറിയാം? അബ്രഹാമിനോടൊരിക്കൽ ഭാര്യ തന്നെ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഞാനാ പറയുന്നത്, ചെല്ല്, ഞാൻ പറയുന്ന വാക്ക് കേൾക്ക്. ഞാൻ പറഞ്ഞ വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ വാക്ക് കേൾക്കാത്തതുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ. പറഞ്ഞു വിട്ട് ഈ ഭാഗത്താൻ പോയി. ഒരു സന്തതി ഉണ്ടായി. പക്ഷേ ആ സന്തതിയെ പറ്റി ബൈബിൾ പറഞ്ഞത്, ജഡത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇശ്മായേൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ എന്താ ഇത് പറയുന്നതെന്നറിയാമോ? ഇന്ന് സഭയും ഒത്തിരി ജഡത്തിൽ ഒത്തിരി ഇശ്മായേലിനെ ജനിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കണം, ജഡത്തിൽ ഒന്ന് ഉൽപ്പാദിപ്പിച്ച് വെച്ചു പോയാൽ അതിനെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റത്തില്ല. വേണേ അത്യാവശ്യം വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടാൻ, കാര്യമില്ല. പക്ഷേ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് വന്നപ്പം ഈ ജഡസന്തതിയും വാഗ്ദത്ത സന്തതിയും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. റിമെമ്പർ, ദാറ്റ് വിൽ ഓൾവേസ് ഹാപ്പൻ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കെതിരെ നിരന്തരം പോരാടുന്ന ഒരു ജഡത്തിൻ്റെ ശക്തി ഉണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ ആ ജഡത്തെ നമ്മൾ ജയിച്ചു മുന്നേറിയേ പറ്റൂ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.